വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയുടെ മതിൽ തകർന്നു വീണു. അത്യാഹിത വിഭാഗത്തിലേക്ക് പോകുന്ന വഴിയിലെ മതിലാണ് തകർന്നത്. ദൃശ്യങ്ങളൊന്ന് കാണാം. സരീഷ് പി കെ നൽകും വിശദാംശങ്ങൾ. സരീഷ്, ഡെപ്പോയിലായിരുന്നു ഈ അപകടമുണ്ടായത്. കനത്ത മഴയിൽ തുടർച്ചയായി ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാകുമ്പോൾ അത് വലിയ ആശങ്കയാണ്. എന്താണ് ഈ അപകടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ? ഇന്ന് വൈകുന്നേരത്തോടെയാണ് ഈ അപകടം സംഭവിക്കുന്നത്. വൈകിട്ട് ഈ ആശുപത്രിയിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു സമയമാണ്. അതായത് പനി ഉൾപ്പെടെ ബാധിച്ച് കൂടുതലായി ആളുകൾ എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല അപകടങ്ങൾ സംഭവിച്ചതിന് ശേഷം അവിടെ അത്യാഹിത വിഭാഗത്തിലേക്കും ആളുകൾ എത്തുന്നുണ്ട്. അതിനിടയിലാണ് ഈ അപകടം സംഭവിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. രണ്ട് സ്ത്രീകൾ ആശുപത്രിയിലേക്ക് കയറിയ തൊട്ടു പിന്നാലെയാണ് അവർ അതേ ഭാഗത്തൂടെ, അതായത് ഈ മതിലിന് തൊട്ട് സമീപത്തൂടെയാണ് നടന്ന് ആശുപത്രിയിലേക്ക് കയറുന്നത്. ആശുപത്രി കെട്ടിടത്തിനുള്ളിൽ കയറിയ ഉടൻ തന്നെയാണ് ഈ മതിലിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുകയും ഈ കല്ല് ഉൾപ്പെടെയുള്ള ചെങ്കല്ല് ഉൾപ്പെടെയുള്ളവ തെറിച്ച് ഈ റോഡിലേക്ക് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേസമയം തന്നെ മറുഭാഗത്ത്, അതായത് ആ അപകടം നടന്ന ആ ഭാഗത്ത് റോഡിന്റെ തന്നെ മറുഭാഗത്ത് കൂടി സ്കൂട്ടറിൽ യാത്രക്കാരൻ മുന്നോട്ട് വരുന്നതും നമുക്ക് കാണാം. ഒരുപക്ഷെ ഒരല്പം വൈകിയിരുന്നെങ്കിൽ ഈ സ്കൂട്ടർ യാത്രക്കാരൻ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേൽക്കുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു. പക്ഷേ ഈ നിലവിൽ ആർക്കും ആളപായമൊന്നുമില്ലെങ്കിൽ അപകടം സംഭവിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമാണ് ആശ്വാസകരമായ കാര്യം. വടകര ഉൾപ്പെടെയുള്ള മേഖലകളിൽ കഴിഞ്ഞ 24 മണിക്കൂറിലേറെയായി തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഭിത്തി എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് മാത്രമാണ്, അതായത് ആശുപത്രിയിലേക്ക് കയറുന്ന ആ ഭാഗത്ത് മാത്രമാണ് ചെങ്കല്ല് ഉപയോഗിച്ച് കെട്ടിയിരിക്കുന്നത്. മറ്റത് പഴയ മൺതിട്ടയാണ്. അപ്പോൾ ആ മൺതിട്ടയുടെ ഭാഗത്താണ് ഈ ഇടിവുണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ മണിക്കൂറുകളെല്ലാം തന്നെ വെള്ളം താഴ്ന്നതിൻ്റെ ഭാഗമായി ഈ മണ്ണ് ഒരുപക്ഷെ തള്ളിയതാകാം ഈ അപകടത്തിന് കാരണം എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ ആർക്കും പരിക്കില്ല എന്നുള്ളത് മാത്രമാണ് ആശ്വാസകരമായ ഒരു കാര്യം.